നമസ്കാരം. ഇറാന്റെ സൈനിക കരുത്തായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വിദേശ വിഭാഗമായ ഖുദ്സ് ഫോഴ്സ് തലവൻ ഇസ്മായിൽ ഖാനിയെ കാണാതായത് ഇറാനെയും ലോകത്തെയും ഒരുപോലെ തന്നെ അമ്പരപ്പിക്കുകയാണ്. ഖാനി ഇസ്രായേലിന്റെ ചാരനാണോ അതോ ഇറാന്റെ തടവറയിലോ എന്ന ചോദ്യം ഉയരുമ്പോൾ വിരൽ ചൂണ്ടുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ചാരസംഘടനയായ മൊസാദിലേക്കാണ്. ഏറ്റവും വിപുലവും ശക്തവുമായ രഹസ്യാന്വേഷണ സംവിധാനങ്ങളുള്ള ചാരസംഘടനയാണ് മൊസാദ് എന്ന് വേണം പറയാൻ. ഇറാന്റെ ഖുദ്സ് സേനയിൽ വരെ ഇസ്രായേൽ ചാരന്മാർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തിയത് മറ്റാരുമായിരുന്നില്ല, ഇറാന്റെ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹ്മദി നെജാദ് ആയിരുന്നു. ഇപ്പോൾ IRGC കമാൻഡർ ഇസ്മായിൽ ഖാനിയുമായി ബന്ധപ്പെട്ടാണ് മൊസാദിന്റെ ആ കരങ്ങൾ വീണ്ടും ചർച്ചയാകുന്നത്. കാരണം ഇസ്മായിൽ ഖാനി എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇറാന് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇറാൻ മിണ്ടുന്നില്ല. ഇസ്മായിൽ ഖാനി ഇസ്രായേലിനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് ഇറാൻ അദ്ദേഹത്തെ വധിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ചാരവൃത്തി ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് ഖാനിയെ അറസ്റ്റ് ചെയ്യുകയും ഒരുപക്ഷെ വധിച്ചിട്ടുണ്ടാകാം എന്നുമുള്ള റിപ്പോർട്ടുകൾ അറബ് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും ടെഹ്റാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. എമിറേറ്റി മാധ്യമമായ ദ നാഷണലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. 67കാരനായ ഇസ്മായിൽ ഖാനിയെ ചുറ്റിപ്പറ്റി വർഷങ്ങളായി അഭ്യൂഹങ്ങൾക്ക് ഒരു തീരുമാനമാകേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നവർ പലരും പല ആക്രമണങ്ങളിലായി കൊല്ലപ്പെട്ടെങ്കിൽ അദ്ദേഹം രക്ഷപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തെ 9 ജന്മമുള്ള മനുഷ്യൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. 2020 ജനുവരിയിൽ അമേരിക്കയുടെ ആക്രമണത്തിൽ മുൻഗാമിയായ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് IRGCയുടെ ഖുദ്സ് സേനയുടെ കമാൻഡറായി ഖാനി ചുമതലയേറ്റത്. മധ്യേഷ്യയിലുടനീളമുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന സഖ്യത്തെ കെട്ടിപ്പടുക്കുന്നതിനും ആയുധം നൽകുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമുള്ള ഇറാന്റെ വിദേശ പ്രവർത്തന വിഭാഗമാണ് ഖുദ്സ് സേന. അദ്ദേഹത്തിന്റെ നേതൃത്വകാലത്ത് ആ ശൃംഖലയിലെ ഏറ്റവും പ്രമുഖരായ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള, ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഹമാസ് രാഷ്ട്രീയ തലവൻ ഇസ്മായിൽ ഹാനിയ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓൺലൈനിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ അനുസരിച്ച് ഹാനിയയെ വധിച്ച ഓപ്പറേഷന് വഴിയൊരുക്കിയ വിവരങ്ങൾ നൽകിയത് ഖാനിയാണെന്ന് പറയപ്പെടുന്നു. ടെഹ്റാനിലെ അതീവ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഹാനിയയെ സന്ദർശിച്ച് അധികം വൈകാതെ തന്നെ ഇസ്രായേൽ ആ താവളം ബോംബിട്ട് തകർത്തു എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ മേഖലയിലുടനീളം നടന്ന ആക്രമണങ്ങളിൽ ഇറാനിലെ മറ്റ് ഡസൻ കണക്കിന് മുതിർന്ന കമാൻഡർമാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും മറ്റു ചില മുതിർന്ന ഉദ്യോഗസ്ഥരും അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇറാന്റെ പ്രാദേശിക പ്രോക്സി ശൃംഖലയെ നിയന്ത്രിക്കുന്നതിൽ ഉത്തരവാദിത്തമുണ്ടായിരുന്ന ഖാനി കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇല്ല എന്നത് ശ്രദ്ധേയമാണ്. ഇറാന്റെ നേതൃനിരയെ തുടച്ചു നീക്കിയ പല ആക്രമണങ്ങളോടും അടുപ്പമുണ്ടായിരുന്ന ആളാണ് ഖാനി എന്ന ആരോപണം ഉയർന്നതോടെയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിച്ചത്.